ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമുക്കിനി കടയിൽ നിന്നും പോയിട്ട് നൂഡിൽസ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് നൂഡിൽസ് വേണമെന്ന് തോന്നുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം വെള്ളം എടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, അതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ചില്ലാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ഹോളുള്ളതല്ല, കുറച്ച് കൂടി വലിപ്പത്തിലുള്ള ഹോളുള്ള ചില്ലെടുക്കണം. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ ഇടിയപ്പം എല്ലാം ചുറ്റിക്കുന്നത് പോലെ തന്നെ ഈ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇത് ചുറ്റിച്ചു കൊടുക്കാം. ഇടിയപ്പമൊക്കെ വരുന്നത് പോലെ അത്ര സോഫ്റ്റ് ആയിട്ടല്ല ഇതുണ്ടാവുക. കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ശക്തി കൊടുത്തിട്ട് വേണം ഇത് തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചൊരു വേവുണ്ട് ഇതിന്. കണ്ടില്ലേ, ഇതെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വെള്ളമല്ല, നോർമൽ വാട്ടർ എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലൊരു പറ്റലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഈ നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാണാം. സാധാരണ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് പച്ചക്കറിയൊക്കെയാണ് ചേർക്കുന്നത്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്. ഞാനിപ്പം ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബീൻസ് ചേർത്താൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കവും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയെല്ലാം ചേർക്കാം കേട്ടോ. പിന്നെ ചിക്കൻ വേണമെങ്കിൽ അതും ചേർക്കാം. മുട്ട വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചേർക്കാം കേട്ടോ. സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി.
പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. പിന്നെ അതിന് ശേഷം സോയാ സോസ് ചേർക്കാം. സോയാ സോസും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം വെന്തത് കൊണ്ട് തന്നെ അധിക സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നൂഡിൽസ് ആദ്യം വേവിച്ചതാണ്, പിന്നെ പച്ചക്കറി എല്ലാം വെന്തതാണല്ലോ. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസിനെക്കാളും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ഇത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്